ഫസ്റ്റ് 7 days ഓഫ് എ ന്യൂ ബോൺ ബേബീസിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ 7 ദിവസങ്ങൾ. അതിലെ ഫസ്റ്റ് ഡേ ആണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ആദ്യത്തെ കാര്യം അമ്മയുമായിട്ടുള്ള സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. എത്രയും നേരത്തെ മദറും കുഞ്ഞുമായിട്ടുള്ള സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യണം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എത്രയും നേരത്തെ നമുക്ക് കുഞ്ഞിനെ അമ്മയുടെ അടുത്തേക്ക് മാറ്റാനും ഈ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, ആ ബോണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫീഡിംഗ് ആണ്. ഏർലി ബ്രസ്റ്റ് ഫീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 1 hour നമുക്ക് സാധിക്കുമെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഹെൽത്തി ന്യൂ ബോൺ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 1 hourനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് 24 hourൽ പാല് കുറവാകാം. കൊളസ്ട്രോളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പാല് കുറവിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അമ്മമാർ. മെയിനായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷനിങ്, ലാച്ചിങ്, അതായത് നിപ്പിൾ ഇഷ്യൂസ്, എന്തെങ്കിലും ഫീഡിങ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം യൂറിനാണ്. നമ്മൾ കുട്ടികൾ നോർമലി ഫസ്റ്റ് 24 hourനുള്ളിൽ തന്നെ യൂറിൻ പാസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഉറപ്പുവരുത്തണം. ചില കുട്ടികൾക്ക് അപ് ടു 48 hours വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ന്യൂ ബോൺസ് ആദ്യത്തെ 24 hourനുള്ളിൽ തന്നെ യൂറിൻ പാസ് ചെയ്യാറുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.